വെളിപ്പാട് പുസ്തകം 6, 7, 8 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. വെളിപ്പാട് പുസ്തകം 6, 7, 8 വാക്യങ്ങൾ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അവിടെ വരെ നിൽക്കട്ടെ. ഇനി വാക്യം മാറ്റൽ മക്കളെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം അത് ബൈബിൾ കോളേജിൽ പഠിച്ച ആൾക്കാരെന്നുള്ള സാധാരണ മനുഷ്യരാണ്. അപ്പം ലഘുവായിട്ടേ പോകാൻ പറ്റൂ. അപ്പം മനസ്സിലാക്കണം, 10 യുഗങ്ങൾ ബൈബിളിലുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. അങ്ങനെ ഒരു പാട്ട് വല്ലതും കേട്ടിട്ടുണ്ടോ? ഇവിടെ മോനൊക്കെ പാടത്തില്ല, കൃപായുഗം തീരാറായി. സ്വോത്രം, എത്രയോ നല്ല പാട്ട്. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. ശ്രദ്ധയോടെ ഇരിക്കണം. 1, ഇവിടെ ആര്യനാട്ട് ഈ പരുന്ത് കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ കാലെ റാഞ്ചി ഒറ്റ പോക്ക് പോകും. അതുപോലൊരു സംഭവം ഇവിടെ നടക്കും. അതിൻ്റെ റാഞ്ചലിൻ്റെ പേര സഭയുടെ ഉൽപ്രാപണം. മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കുഞ്ഞാടിൻ കല്യാണ മകൾ ദിനത്തിൽ തൻ്റെ കാന്ത, ഞാനൊക്കെ കേട്ടിട്ടില്ലേ? ഈ റാഞ്ചല ഇംഗ്ലീഷിൽ റാപ്ചർ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധം വരും. അതിൻ്റെ പേരാ തേർഡ് വേൾഡ് വാർ, 3-ാം ലോകമഹായുദ്ധം. 50 ദിവസം ഇവിടെ വന്നാലും പ്രസംഗിക്കത്തില്ല, തീരത്തില്ല. അത് കഴിഞ്ഞാൽ ലോകം ഒരുവൻ ഭരിക്കും. അതാ കോവിഡ്. ദാണ്ട് നാളെ അത് മനസ്സിലാക്കി തരാം. പടം ഒന്ന് എടുത്തോണേ മോനെ. ഏകലോക ഭരണം വാതിൽക്കലെത്തി. ആ ക്യാമറ നല്ലോണം ഒന്ന് എടുത്തോണം. അത് കഴിഞ്ഞ് ലാസ്റ്റിലും വേണം ഈ പ്രിന്റ് കട്ടൗട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. മലയാളം, ഏകൻ്റെ കയ്യിലേക്ക് ലോകം പോകും. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് പോകും. പണ്ടിത് വല്ലവരും പറഞ്ഞാൽ വിഷമിക്കുമോ? നമ്മൾ പാർക്കുന്ന ജില്ല ഏതാ? നിങ്ങളുടെ ജില്ല ഏതാ? മിണ്ടുന്നില്ലല്ലോ. മരണ വീട്ടിൽ ഇരിക്കുന്നല്ലോ. സ്വോത്രം. അങ്ങനെ ആണെങ്കിൽ പ്രസംഗം മാറ്റാം. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? അത് നല്ലതായിരിക്കും. സ്വോത്രം. നിങ്ങളുടെ ജില്ല ഏതാ? സ്വോത്രം. തിരുവനന്തപുരം. ഉറക്കപ്പറ. സ്വോത്രം. ചിക്കൻ തിന്നിട്ട് മിണ്ടാതിരിക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ ആര് കൊണ്ടുപോയി? മിണ്ടുന്നില്ലല്ലോ. അദാനി കൊണ്ടുപോയി. തിരുവനന്തപുരം എയർപോർട്ട് ആര് കൊണ്ടുപോയി? അദാനി കൊണ്ടുപോയി. ഇവിടെ പല സഹോദരങ്ങൾ എയർ ഇന്ത്യ യാത്ര ചെയ്തു. എയർപോർട്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞ പോയ പലരും ഇവിടെ ഇരിപ്പില്ല. അതാര് കൊണ്ടുപോയി? അതും ടാറ്റ കൊണ്ടുപോയി. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാലത്ത് കൊണ്ടുപോകും. സ്വോത്രം. എയർപോർട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഇവിടുത്തെ പറഞ്ഞ ആര്യനാടും വെള്ളനാട് KSRTC ഡിപ്പോ ആരെങ്കിലും കൊണ്ടുപോകുന്നറിയത്തില്ല. അന്ന് നിങ്ങൾ ജയം ജയം പാടിക്കൊണ്ടാൽ മതി. സ്വോത്രം. ഇതെല്ലാം വിറ്റ് കാശ് കാക്കും. ഇതിൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ, ഏകലോക ഭരണം. നാളെ കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ പോകുമെന്ന് പറയാം. അങ്ങനെയെങ്കിൽ 6-ാം യുഗം കൃപായുഗം. ലോകം തീരത്തില്ല. 3 പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് സുവിശേഷം പലരോടും പറയാം. ഈ കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗമുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് നാം ഇവിടെ വാഴും. നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും. അതാ പിന്നെ നമ്മൾ മധ്യാകാശത്തിലേക്ക് പോകുന്നത്. 4 യുഗമുണ്ട്. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യത. സഭയെടുക്കപ്പെട്ടാൽ ഈ കുഞ്ഞു വായിച്ചത് ശ്രദ്ധയോടെ ഇരിക്കണം. വെളിപ്പാട് 6, 7, 8 വായിച്ചത്. 6, 1, 2 വെള്ളക്കുതിര സമാധാനം, 2, 3, 4 ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലും, 5, 6 കറുത്ത കുതിര ക്ഷാമം. ഇപ്പോൾ ഈ മോൾ വായിച്ചത് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിരയെ കണ്ടു. ശ്രദ്ധയോടെ ഇരിക്കണേ. മഞ്ഞയുടെ ഗ്രീക്ക് പഠിക്കുന്ന പിള്ളേർ ഇവിടെ കാണും. നിങ്ങൾ കുരുത്തക്കേട് കാണിച്ച 119-ാം സങ്കീർത്തനം ഞാൻ ഇവിടെ നിർത്തി വായിക്കും. ഞാൻ കാപ്പി ഇവിടിട്ട് കുടിക്കുകയും ചെയ്യും. സ്വോത്രം. മിണ്ടായിരുന്നോണം, കേട്ടോണം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ മഞ്ഞ എന്നുള്ളതിന് ഗ്രീക്ക് മൂലഭാഷ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ക്ലോറോക്സ്. അതാണ് കോവിഡിനകത്ത് മനുഷ്യൻ മരിച്ചാൽ ബോഡി പോലും തരത്തില്ല. ക്ലോറോക്സ് എന്ന് പറഞ്ഞത് വിളറി മരിക്കും. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിരയെ കണ്ടു. അതിന്മേൽ വായിച്ചാട്ട് മോളെ അടുത്ത വാക്യം. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. അതാണ്ട് മരണം എന്ന് പേർ. അടുത്തത് പാതാളം അവനെ പിന്തുടർന്നു. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും. മക്കളെ ഒരു മിനിറ്റ് അതുപോലെ മൈക്കം പിടിച്ചേര്. പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 വാൾ കൊണ്ട് അന്ത്യകാലത്ത് മനുഷ്യൻ മരിക്കും. എല്ലാം പഠിച്ചോണം. കോഡിലേക്കാണ് ഞാൻ വരുന്നത്. വാൾ എന്താ? കാട്ടാക്കട ചന്തയെന്നോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര മാർക്കറ്റിൽ നിന്നോ പേരൂർക്കടയിൽ നിന്ന് മേടിക്കുന്ന കൊച്ചു പിച്ചാത്തിയോ അല്ലെ ഗുണ്ടുകാട് സാബു മേടിക്കുന്ന വാളല്ല വാൾ. ഈ വാളിൻ്റെ പേര്
ആറ്റം പൊട്ടും അന്ത്യകാലത്ത്, അഥവാ വെടിപൊട്ടും. എവിടെ? അമേരിക്ക കണ്ടില്ലേ? പണ്ട് ബന്ധിക്കോസുകാർ പറഞ്ഞ തിരുവല്ല, ദുബായ്, അമേരിക്ക. സന്തോഷം. ഇപ്പം വായിക്കുന്നില്ലേ മോനെ? പള്ളി വെടി, സ്കൂളിൽ വെടി, ക്രിസ്മസ് റാലിക്ക് വെടി, ഹോട്ടലിൽ വെടി. സ്വോത്രം. അന്ത്യകാലത്ത് കണ്ടില്ലേ? അമേരിക്ക വെടി, സ്കൂളിൽ വെടി, പള്ളി വെടി. പത്രം വായിക്കത്തില്ലയോ? നിങ്ങളിത് വായിക്കത്തില്ല. ആ സ്വർണ്ണക്കടത്തുകാർ സ്വപ്നം വായിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. നിങ്ങളിത് വായിച്ചോ? സ്വോത്രം. ഇതേ നമ്മൾ വായിക്കൂ. സ്വോത്രം. എന്തെല്ലാം അമേരിക്ക പള്ളി വെടി, സ്കൂളിൽ വെടി, സകല വെടി കാണുന്നില്ലേ? സ്വോത്രം. ബ്രിട്ടനിൽ വെടി, സകല സ്ഥലത്തും വാൾ. തീവ്രവാദികൾ. അന്ത്യകാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനം. ഇപ്പം അഹമ്മദാബാദിൻ്റെ കേസ് നിങ്ങൾക്കറിയാം. അമേരിക്ക നല്ല സേഫായിരുന്നു. പള്ളിയിലും സ്കൂളിലും എല്ലാം വെടി. നമ്പർ 1 ഇംഗ്ലീഷ്. ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് വെപ്പൺസ്. മനുഷ്യനെ കൊല്ലുവാൻ AK-47, ഗ്രനേഡ്. ഇതെല്ലാം അന്ത്യകാലത്ത് വരും. നിൽക്കട്ടെ. നമ്പർ 1 വാള്. പഠിച്ചുകൊണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവും. രണ്ടാമത്തെ കാര്യം അടുത്ത വായിച്ചാട്ട് മക്കളെ. വാൾ കഴിഞ്ഞു. ക്ഷാമം കൊണ്ടും. ക്ഷാമം. എന്താ ക്ഷാമം? ഇനി മനസ്സിലാക്കണം. ഈ കോവിഡാനന്തര ലോകത്തിൽ ഈ വൈറസ് മൃഗങ്ങളിലേക്കും മറ്റുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശക്തമായ ക്ഷാമം ഉണ്ടാകും. കാലാവസ്ഥ മാറിയപ്പം ഇപ്പം ക്ഷാമം അവിടെ. നമ്മുടെ നാട്ടിൽ ചക്ക എങ്ങനെ ഉണ്ടായിരുന്നു? സ്വോത്രം. ഈ ചക്ക വല്ലവരും കണ്ടായിരുന്നു? അവിടെ എവിടെയൊക്കെ വല്ലതും വന്ന് ഇപ്പോഴും വന്നിട്ടുണ്ട്. അത് ചൂടാണ്ടൊന്നും ഗതിയില്ല. സ്വോത്രം. കാലാവസ്ഥ മാറി. ക്ഷാമം കൊണ്ട് മരണം. അട്ടപ്പാടിയിൽ 37 കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ മരിച്ചു. ഇടയ്ക്ക് ടെലിവിഷൻ കാണണം. കറുത്തമുത്തും ചന്ദനമഴയും കാണാനല്ല. കണ്ടു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ മുഖം കറുത്തു പോകും. നിൽക്കട്ടെ. സ്വോത്രം. ആഫ്രിക്ക, നൈജീരിയ, കോങ്കോ, ഹെയ്ത്തി. പട്ടിണി കോലം പോലെ കുഞ്ഞുങ്ങൾ നടക്കുന്ന TV കണ്ടിട്ടില്ല. ഏതാണ്ട് ഇങ്ങനെ വെച്ച് നല്ലൊരു ഡ്രസ്സുമില്ല. ഇവിടെ 3 നേരം ചപ്പാത്തിയും ചിക്കനും തിന്നിട്ടൊരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ പോലും പായിരിക്കുകയല്ല. സ്വോത്രം. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. 1 ഇൻസ്റ്റന്റ് ഡെത്തായി വാൾ. 2 ക്ഷാമം കൊണ്ട് അട്ടപ്പാടി മരണം. തിരുവനന്തപുരത്ത് വഞ്ചൂരിക്കണ്ടിലെ ഒരു കുടുംബത്തിലുള്ളവർ മണ്ണ് വാരി തിന്നത് നിങ്ങൾ കണ്ടു. സ്തോത്രം. ഇതെല്ലാം അന്ത്യകാലത്ത് വരും. ക്ഷാമം. ആഫ്രിക്ക, നൈജീരിയ, കോങ്കോ, ഹെയ്ത്തി. ഇവിടെയെല്ലാം. അടുത്ത വായിച്ചാട്ട് മക്കളെ. മഹാവ്യാധി കൊണ്ടും. ആ ഭാഗം അവിടെ നിന്ന് സ്ലോ ചെയ്യുന്നു. അടുത്ത ഭാഗം. ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും. കാട്ടുമൃഗങ്ങൾ. നിൽക്കട്ടെ, അവിടെ നിൽക്കണം. എന്താ ഈ കാട്ടുമൃഗം? കാട്ടുമൃഗത്തിന് 2 ഡൈവേർഷൻ ഉണ്ട്. 1 അന്ത്യകാലത്ത് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. എന്നൊക്കെ പ്രായമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചി ഇരിപ്പുണ്ട്. അപ്പുറത്തെ ചൈന ഇരിപ്പുണ്ട്. പുറകെ ഇരിക്കുന്നു. പണ്ടത്തെ കാലത്ത് പുലി റോഡിൽ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. കടുവ വേറെ ഇറങ്ങുന്നുണ്ട്. പിന്നെ നെയ്യാറിൽ അറിയാമോ എല്ലാ സ്ഥലത്തും പന്നി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആൾക്കാരെ വരെ കുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വോത്രം. മിണ്ടുന്നില്ല. കാട്ടുമൃഗങ്ങൾ അന്ത്യകാലത്തിറങ്ങും. പുലി, കടുവ, കാണ്ടാമൃഗം, അത് കഴിഞ്ഞിട്ട് പന്നി. ഇതെല്ലാം ഇറങ്ങും മനുഷ്യനെ ഭയപ്പെടുത്തുവാൻ, വണ്ടികളെ തട്ടുവാൻ. ഇതെല്ലാം അന്ത്യകാലത്ത്. ഒരു സൈഡിൽ കാട്ടുമൃഗം, കാട്ടിൽ നിന്നിറങ്ങുന്ന മൃഗം. രണ്ടാമത്തെ ഡൈവേർഷൻ തീവ്രവാദി കാട്ടുമൃഗം. IS, താലിബാൻ, ജയ്ഷെ മുഹമ്മദ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാവോയിസ്റ്റുകൾ. ഇവരെല്ലാം അന്ത്യകാലത്ത് വരും. ഇനി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ദിരാജിയെ കൊന്നതാരാ? രാജീവ് ഗാന്ധിയെ കൊന്നതാരാ? തീവ്രവാദികൾ. പാകിസ്ഥാൻ പ്രസിഡന്റ് സിയാഉൽ ഹക്കിനെ കൊന്നതാരാ? തീവ്രവാദികൾ. ബേനസീർ ഭൂട്ടോയെ കൊന്നതാരാ? തീവ്രവാദികൾ. അന്ത്യകാലത്ത് തീവ്രവാദികൾ വരും. ഇനി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കൊറോണ വൈറസിനെ ഞാൻ മുമ്പോട്ട് പറഞ്ഞുതരാം. കൊറോണ വൈറസിനെ കണ്ണുകൊണ്ട് ആരും കണ്ടിട്ടില്ല. ഇത് 1 ഗ്രാം വൈറസാ. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എങ്ങനെ വന്നെന്ന് പറയാം. ഇപ്പം തീവ്രവാദികൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് കിട്ടിയാൽ കവറിനകത്ത് കല്യാണക്കുറി അയക്കുന്നവർ ആർക്കെങ്കിലും അയച്ചാൽ കൈ തുറക്കുന്നതിൻ്റെ നഖത്തെ കയറിയാൽ മൂക്കിക്കൂടെ അവൻ്റെ കാര്യം ശരി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനി കണ്ടോ, വിഷം പുരണ്ട കവറിൽ മനുഷ്യനെ കൊല്ലും. പോകാൻ പോകുന്ന വൈറ്റ് ഹൗസിലേക്ക് വിഷം പുരണ്ട കവർ. മാർക്കോവിനെ വധിച്ചത്. എന്താ വിഷം പുരണ്ട കവർ? 3-4 വിഷയം ഇതിനകത്തിടാം. കവറിനകത്ത് ആന്ത്രാക്സ്, പൊട്ടാസ്യം സൈനൈഡ്. കല്യാണക്കുറി അയക്കുന്ന പോലെ അയക്കും. എന്താ കല്യാണക്കുറി? നിങ്ങളോട് പറഞ്ഞു തരാം. ശ്രദ്ധയോടെ ഇരിക്കണമേ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് നല്ല കല്യാണക്കുറി വരും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? ചിലത് തുറന്നാൽ നല്ല പിന്നെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം, നല്ല ഇതുപോലുള്ള ഗന്ധങ്ങൾ വരും. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് കവറിനകത്ത് വിഷം വരും. ആന്ത്രാക്സ്, പൊട്ടാസ്യം സൈനൈഡ്. ഇത് മൂക്കി കയറി പോവും. 4 വർഷം. ഇത് 2022, 25 മുതൽ ഇപ്പം ഞാൻ പറയുക, ആര്യനാടോ വെള്ളനാടോ അത് കഴിഞ്ഞിട്ട് ഉടമലക്കലോ കുറ്റിച്ചലോ ഒറ്റ പോസ്റ്റ് ഓഫീസിലും പുറത്ത് പെട്ടി കാണിയല്ല. കാര്യം വരാൻ പോകുന്നത്
മനുഷ്യന് പേടി. ഈ ലെറ്റർ നമ്മളെ സ്കാൻ ചെയ്തതിന് അവർ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അകത്തിടും, സ്കാൻ ചെയ്യും. ഇന്ന് കവറിനകത്ത് കൂടി മയക്കുമരുന്ന് കടത്ത്, ആന്ത്രാക്സ് കടത്ത്, അന്ത്യകാലം കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ ഏതും ചെയ്യും. രണ്ടാമത്തെ സംഭവം ലെറ്റർ ബോംബ്. ഇനി കാണാൻ പോകുന്നതാ. ദാണ്ടേ വിവാഹ സമ്മാനമായി ലെറ്റർ ബോംബ്. വരനും വധുവും കൊല്ലപ്പെട്ടു. കണ്ടോ? എന്താ ലെറ്റർ ബോംബ്? ലെറ്ററിനകത്ത് ബോംബ് വെക്കും. പണ്ട് ഈ കല്യാണക്കുറി ക്രിസ്മസിന്റെ കാർഡ് വരുന്ന വല്ലവരും കേട്ടിട്ടുണ്ടോ? നിം നിം ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ കിട്ടിയവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. സ്വോത്രം. അതുപോലെ അതിനകത്ത് ലിഥിയം വെച്ചിട്ട് ലെറ്റർ ബോംബ് വിടും. നമ്മൾ വിചാരിക്കാണ്ട് നല്ലതാണ്. പൊട്ടുമ്പോൾ ഒറ്റ തീ. DGP ലോക്നാഥ് ബെഹ്റ ഇവിടെ ഇരുന്നപ്പോൾ SI റാങ്കിന് മേളിലോട്ടുള്ള എല്ലാവരെയും പോലീസ് ആസ്ഥാനത്ത് വിളിച്ചിട്ട് ലെറ്റർ ബോംബ് നിർവീര്യമാക്കാനുള്ള ടെക്നോളജി ഇവിടെ കൊടുത്തു. ബൈബിൾ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു. തീർന്നില്ല, ഇവിടെ റിലേ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നാൾ ഒരുത്തൻ കറങ്ങി. അവന്റെ പേരെന്താണെന്നറിയാമോ? ഡ്രോൺ. അങ്ങനെ വല്ലതും കേട്ടോ? ഡ്രോൺ. ആളില്ല വിമാനം, ആളില്ല. ഇത് കറങ്ങി തിരുവനന്തപുരത്ത് ഡ്രോൺ. കേട്ടില്ലേ മോനെ? നിങ്ങൾ പടം എടുക്കുന്നവർ കേട്ടില്ലായിരുന്നു? സ്വോത്രം. ഒരു ഡ്രോൺ തിരുവനന്തപുരത്തെല്ലാം കറങ്ങി അവസാനം പലരെയും പിടിച്ചു. ഈ ആളില്ല ഡ്രോണിനകത്ത്, നമ്മുടെ വീട്ടിനകത്ത്. ഇന്നാളില്ല പാലക്കാട് മലഞ്ചെരുവി ബാബു വീണപ്പം വെള്ളം കൊണ്ടുവന്നതുപോലെ ഡ്രോണിനകത്തൂടെ ഗ്രനേഡ് വരെ കൊണ്ടുവരും അന്ത്യകാലം. അതുകൊണ്ട് ഈ ഡ്രോണെല്ലാം നിരോധിക്കാൻ പോവുക. കണ്ടില്ലേ? ടെക്നോളജി വളരും, പക്ഷേ കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ വൈറസ് എത്തും. ലെറ്റർ ബോംബ്, വിഷവാതകത്തിന്റെ കവറ്, ഇതെല്ലാം അന്ത്യകാലത്ത് ഇവിടെ വരും. അതുകൊണ്ടാ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലിയത്, ഇത് ദുഷ്കാലമാകയാൽ മിണ്ടുന്നില്ല, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. സന്തോഷമില്ല? സ്തോത്രം. ഇതെല്ലാം കണ്ടിട്ടാ പൗലോസ് ലീഗ പറഞ്ഞ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. അന്ത്യകാലം. ഞാൻ കൊറോണയിലേക്ക് വരുക. നമ്പർ 1 വാൾ, 2 ക്ഷാമം, 3 മഹാവ്യാധി, 4 കാട്ടുമൃഗം. അടുത്ത വാക്യം വായിച്ചാട്ട് മോള്. കാട്ടുമൃഗം. അത് അടുത്ത അതിനോട് ചേർന്ന് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാലാംശത്തിന്മേൽ. കാലം 7 വർഷം, കാലാംശം 3.5. ഇതിന്റെ പേരാ ഉപദ്രവം, മഹോപദ്രവം. ഒരു സ്റ്റഡി ക്ലാസ് പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരും. നോട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങാവൂ. 3.5 വർഷം ഇവൻ അധികാരം കിട്ടും. അടുത്തതിലേക്ക് വരും മഹാവ്യാധി. മഹാവ്യാധി എന്താ? പണ്ട് മനുഷ്യൻ മരിക്കാൻ എന്തോ വേണമായിരുന്നു? ക്യാൻസർ, ട്യൂമർ, ഹാർട്ട് അറ്റാക്കിന് മാടനടി എന്ന് പറയുന്നത്. സ്വോത്രം. അതൊക്കെ പോയി. ഇന്ന് 3 ലക്ഷം രൂപ കൊടുത്താൽ നിംസിലോട്ട് എന്നാൽ മതി, അവർ മാടനടി മാറ്റിത്തരും. സ്വോത്രം. പൈപ്പിട്ട് ശരിയാക്കി തരും. സ്വോത്രം. അതെല്ലാം പോയി. അത് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യൻ മരിക്കാൻ എന്തോ വേണം? 1-ാം ദിവസം OP, 2-ാം ദിവസം ICU, 3-ാം ദിവസം CCU, 4-ാം ദിവസം വെന്റിലേറ്റർ, 5-ാം ദിവസം ആര്യനാട്ടോടെ ഒരു പാട്ട്, ലോകെ ഞാൻ എന്നോട്ടം തികച്ചു. സ്വോത്രം. ആരാ? വെള്ളനാട്ട് കറങ്ങി പട്ടണം മുഴുവൻ ബുള്ളറ്റിനകത്ത് കറങ്ങിക്കൊണ്ടിരുന്ന തങ്കപ്പൻ ചേട്ടൻ 5-ാം ദിവസം ദാ കിടക്കുന്ന മൊബൈൽ മോർച്ചറിക്കകത്ത്. സ്വോത്രം. എന്തുവാ പറ്റിയെന്ന് അറിയാമോ? വൈറസ് അടിച്ചേതാ? ചിക്കൻ ഗുനിയ, പന്നിപ്പനി, എലിപ്പനി, കരിമ്പനി, തക്കാളിപ്പനി. സ്വോത്രം. ചിന്നമ്മ, മറിയാമ്മ, പൊന്നമ്മ. സ്വോത്രം. എത്ര പനി വന്ന് മഹാവ്യാധി അന്ത്യകാലത്ത് വരും. തീർന്നില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, കൊറോണയ്ക്ക് മുമ്പ് ആര് എവിടൊക്കെ മനുഷ്യനെ കൊന്നു, ആരെവിടൊക്കെ കൊന്നു. മഹാവ്യാധി ഇനിയുള്ളതും. യെശയ്യാ പ്രവചനം 7:18-19 വാക്യങ്ങൾ വായിച്ചാട്ട് മോളെ. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ. യെശയ്യാ. അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും. കൊതുക് മനുഷ്യനെ കൊല്ലും. അതിന്റെ പേരായിരുന്നു ചിക്കൻ ഗുനിയ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? 2009 ചിക്കൻ ഗുനിയ. മിണ്ടുന്നില്ലല്ലോ. പല സഹോദരിമാർ ഇപ്പോഴും കാല എണ്ണ ഇട്ടുകൊണ്ടിരിക്കുക, അന്ന് വന്നതാണെന്നും പറഞ്ഞിട്ട്. സ്വോത്രം. അതിൻ്റെ മരുന്ന് വേറെ തരാം. ചിക്കൻ ഗുനിയയുടെ ഇംഗ്ലീഷ് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇത് കൊതുകിൽ നിന്ന് വന്നതാ. ചിക്കൻ ഗുനിയ കൊണ്ടുവന്ന കൊതുകേതാ? ഈഡിസ് ഈജിപ്റ്റാ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSCക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ 10 രൂപയുടെ ചായ എനിക്ക് ഫ്രീ തരണം. ഈഡിസ് ഈജിപ്റ്റാ. ഈഡിസ് കൊതുകിൻ്റെ പേര്. ഈജിപ്റ്റും മിസ്രയും. അന്നാളിൽ യഹോവ മിസ്രൈമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും. കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അടുത്ത വായിരും മോളെ. അശൂർ ദേശത്ത് നിന്ന്, സിറിയയിൽ നിന്ന് തേനീച്ചയും ചൂള കുത്തി വിളിക്കും. മതി. സിറിയയിൽ നിന്ന് വരുന്ന തേനീച്ച
പണ്ട് ഇത് പ്രസംഗിച്ചാൽ നിങ്ങളെല്ലാം എന്നെ ശരിയാക്കുന്നാണ്ട്. ആറ്റിങ്ങൽ തേനീച്ച ആക്രമണം, 500ഓളം പേര് തേനീച്ച കുത്തി ഒരച്ചായൻ മരിച്ചു. കൊല്ലമ്പുഴ ആരും കൊന്നില്ല, 500ഓളം തേനീച്ച ഒരച്ചായനെ കൊന്നു ആറ്റിങ്ങൽ. 1. 2, കഴിഞ്ഞ 2021 ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ നെടുമങ്ങാട് കച്ചേരി ടൗണിനകത്ത് മോനെ ഇന്ന് തന്നെ ഇവിടെ കൺവെൻഷന് കൊണ്ടുവിട്ട ഞാനും മോളി ബ്രദറിനെ അവിടെ ഒരു പ്രത്യേക യോഗം ഡിസംബർ 25 ക്രിസ്മസിനോട് പെർമിഷൻ കൊടുത്തില്ല. നെടുമങ്ങാട് DYSP നല്ല മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു യോഗം നടത്താൻ പറഞ്ഞു. അന്ന് നെടുമങ്ങാട് മാർക്കറ്റിനകത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, തേനീച്ച മനുഷ്യനെ കൊല്ലും, അന്ത്യകാലം. പലരും ചിരിച്ചു, പാസ്റ്ററിന് ഒരു നട്ടങ്ങാണ്ട് പോയതാന്ന്. സ്വോത്രം. ഞാൻ പ്രസംഗിച്ചിട്ട് പോയി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കിളിമാനൂരിൽ ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തേനീച്ച പട്ടാപ്പകൽ കൊന്നു. തിരുവനന്തപുരം. അന്ത്യകാലം. തീർന്നില്ല, ഇതെല്ലാം സംഭവിക്കും. കണ്ടില്ലയോ? ഇതാ പറഞ്ഞത്, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുന്നു. അടുത്ത വാക്യം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിഷമിക്കരുത്. ആറ്റിങ്ങലിൽ തേനീച്ച ആക്രമണം. 2, കടന്തലിളകി മനുഷ്യനെ കൊല്ലും. തിരുവനന്തപുരം ജില്ല ഒറ്റശേഖരമംഗലത്ത് നിന്നൊരു സഹോദരൻ വെള്ളറടയിൽ നിന്ന് പനച്ചുമൂടിലോട്ട് പോയപ്പോൾ രാവിലെ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ബൈക്കിനകത്തിറങ്ങിയപ്പോൾ ദാ കിടക്കുന്ന റോഡിൽ കടന്തൽ കുത്തേറ്റ് ബൈക്ക് യാത്രികൻ മരിച്ചു. അന്ത്യകാലം. യെശയ്യാ 7, 18, 19. അന്നാളിൽ യഹോവ മിസ്രയീമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശ്ശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചൂളം കുത്തി വിളിക്കുന്ന കാലം. ഇതെല്ലാം നിങ്ങളുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുസ്തകം മുദ്രയിടാൻ കാലമായി. സ്തോത്രം. 90% പ്രവചനങ്ങളും തീർന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ? പക്ഷിപ്പനി. ഇനി പ്ലെയിൻ ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്ന കോവിഡ് അല്ല, വരാൻ പോകുന്ന പക്ഷിപ്പനി. തമിഴ്നാട്ടിൽ എവിടെ താറാവുകളെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ കണ്ടില്ല, തമിഴ്നാട്ടിൽ കോഴി, അത് കഴിഞ്ഞിട്ട് താറാവുകൾ. അതിനുശേഷം ഇന്ന് രാത്രി ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയാം, ഈ കുഞ്ഞു ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മോൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ തത്തയെ വളർത്തും, പ്രാവിനെ വളർത്തും. നിങ്ങൾ രാത്രി കിടന്നുറങ്ങും. ഈ തത്ത അമ്മ പൂച്ച എന്നും പറഞ്ഞ് വേറെ തത്ത വരും. അതിൻ്റെ വായിലെ സ്രവം വീട്ടിലെ ഇതിനകത്ത് തത്തയുടെ അകത്ത് വരും. അതൊരു പ്രത്യേക സ്രവ. രാവിലെ കുഞ്ഞുങ്ങൾ ഗോതമ്പ് ദോശ കൊടുക്കുമ്പോൾ തിന്നായിരിക്കുമ്പോൾ ചില സഹോദരിമാരുണ്ട് തത്തക്കൂട്ടിനകത്തോട്ട് നിന്ന് കൊച്ചിനെ കാണിക്കും, മോനെ തത്തമ്മേ പൂച്ച. സ്വോത്രം. ഈ തത്ത വാ തുറക്കുമ്പോൾ കോവിഡ് വൈറസ് കയറുന്നത് പോലെ കൊച്ചിൻ്റെ വായിൽ കയറും. 14 ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. സൂക്ഷിക്കുക. കടൽ കടന്ന് ദേശാടന പക്ഷികൾ വരുന്നുണ്ട്. അന്ത്യകാലം. കേട്ടോണം ഇതെല്ലാം. അതുകൊണ്ടാ പറഞ്ഞത് കൊതുക്, തേനീച്ച. ഇനി വരുന്നത് മണ്ണുത്തി വെറ്റിനറിയിലെ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം എന്നോട് പറയാം. കീരി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ വല്ലവരും കണ്ടിട്ടുണ്ടോ? കീരി മിണ്ടുന്നില്ലല്ലോ. പാമ്പനെ പിടിക്കുന്ന അണ്ണൻ്റെ പേരാ കീരി. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ആ കീരിയുടെ വായിൽ എന്ത് വിഷം കാണും? സ്വോത്രം. 4 വർഷവും കൂടി ഇങ്ങനെ പോയാൽ, കാലാവസ്ഥയുടെ വ്യതിയാന മാറ്റമുണ്ടായാൽ നിങ്ങൾ കാണുന്ന കീരി പാമ്പിനെയല്ല പിടിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ചില പൂച്ചകളും കാര്യമൊക്കെ കണ്ടിട്ടില്ല. അവർ ഈ നഖം ഇങ്ങനെ നിന്ന് മരത്തേലും വണ്ടിയുടെ ടയറിലൊക്കെ ഇങ്ങനെ നഖം ഇട്ട് ഉരസുന്ന കണ്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ, കരം ഉയർത്തുന്നില്ലല്ലോ. വീട്ടിലെ കാറിൻ്റെ കീഴിൽ പൂച്ച ഇടയ്ക്കിടയ്ക്ക് കയറി ഇങ്ങനെ ഇട്ട് നഖം പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? പല ചേട്ടന്മാരും വിചാരിക്കും എയർ ചെക്ക് ചെയ്യാന്ന്. എയർ ചെക്ക് ചെയ്യല്ല, അതിൻ്റെ നഖത്തിൻ്റെ ഇത് കൂടുക. അപ്പോൾ അതിങ്ങനെ ഇട്ട് വരയ്ക്കുക. അതുപോലെ കീരിയുടെ മുണയ്ക്കകത്ത് വിഷം കൂടിയാൽ, വാവ സുരേഷിൻ്റെ പൊത്തിലിരുന്ന 3 ദിവസം വിഷം കൂടിയ പാമ്പ് പ്രൈസ്തലോട് കൊടുത്തതുപോലെ നമ്മൾ ആര്യനാടും വെള്ളനാടും പോകുമ്പോൾ മനുഷ്യൻ്റെ കാലിനകത്ത് കീരി മാന്തുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. അന്ത്യകാലം. ആഫ്റ്റർ കോവിഡ്. സയൻസ് കേട്ടോണം. തീർന്നില്ല. പെരുമ്പാവൂരിൽ ഞാൻ സ്ഥിരം പ്രസംഗിക്കുന്ന സ്ഥലം. അവിടുത്തെ ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഒരു സഹോദരി പെരുമ്പാവൂരിൽ ഒരു കാവുണ്ട്, ഇരിങ്ങോൾ കാവ്. അവർ രാവിലെ കുമിള് പറിക്കാൻ പോയി. ആ കുമിള് പറിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? കുമിൾ വീട്ടിൽ കൊണ്ടുവന്നു, ഭക്ഷണം പാചകം ചെയ്തു. ഏകദേശം 4 മണിയായപ്പോൾ സഹോദരിയുടെ ശരീരം മുഴുവൻ എന്തായി? സഹോദരിയുടെ ശരീരം മുഴുവൻ എന്ത് പറ്റി? നീല. ആലുവ രാജഗിരി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു കരിമൂർക്കം കടിച്ചതാ. അവർ പറഞ്ഞു ഞങ്ങളെ ഒന്നും കരിമൂർക്കം കടിച്ചില്ല. ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറിൻ്റെ ഒരു സംശയം, എന്താ സംഭവിച്ചത്? വീട്ടിൽ എന്താ കടിച്ചത്? കൊണ്ടുവരാൻ പറഞ്ഞു. കുമിള കടിച്ചത്. അത് അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സഹോദരി മരിച്ചുപോയി. അതിന് മുമ്പ് ആ ചെറുപ്പക്കാരന് 2 മക്കൾക്ക് ആൻറ്റീവനം കൊടുത്തു. ആ ഡോക്ടർ റിപ്പോർട്ട് എഴുതിയത് എന്താ അറിയോ? ചില ദിവസങ്ങൾക്ക് മുമ്പ്
ഈ കാവിനകത്തുള്ള കരിമൂർക്കൻ അതിൻ്റെ നാവിലെ ആ പത്തിയിലെ സ്രവം ഈ കുമിളിനകത്ത് വീണ് വിഷമായിട്ട് കട്ട പിടിച്ച് ഫ്രീസ് ചെയ്ത് കിടന്നു, അറിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ പെരുമ്പാവൂർ ഞെട്ടിപ്പോയി. അടപ്പയെ വെച്ച് തീ വെച്ചിട്ട് പോലും വിഷം മാറിയില്ല. ഒരു സഹോദരിയുടെ ജീവൻ എടുത്തു. അന്ത്യകാലം പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, വാൾ, ക്ഷാമം. അത് കഴിഞ്ഞിട്ട് ഭൂമിയിലെ കാട്ടുമൃഗം, മഹാവ്യാധി. കണ്ടോ, ഇവിടെ വിതുര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കേട്ട വല്ലവരും ഉണ്ടോ? വിതുരയിൽ കൂട്ടം കൂട്ടമായിട്ട് തേനീച്ച ഇളകി ചെങ്കൽ ചൂളയിലെ ഫയർഫോഴ്സ് പോയ തേനീച്ചയെ തീർത്തത് വിതുര. അന്ത്യകാലം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ അടുത്ത കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം. ഏതാ? ദാണ്ടേ, സൗദി അറേബ്യയിൽ ഒരു പെൺകുട്ടി വിഷ ഉറുമ്പിന്റെ കടിയേറ്റ് മരിച്ചു. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു. വാൾ, ക്ഷാമം, മഹാവ്യാധി, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു. അങ്ങനെയെങ്കിൽ 2019 ലോകം ഒരുവന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ വന്നു കൊറോണ. ഇതിന്റെ നോട്ട്സ് ആർക്ക് വേണേലും തരാം. കൊറോണ പല്ലിന്നല്ല, പാമ്പിന്നല്ല. കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. മോനെ കറക്റ്റായിട്ട് ഇതെടുത്തോണം. കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. പറഞ്ഞു തരാം എന്താ കൊറോണ വൈറസ്. ചൈനയ്ക്ക് 16 അതിർത്തി രാഷ്ട്രങ്ങളുണ്ട്. എന്താ 16 അതിർത്തി രാഷ്ട്രം? പറഞ്ഞു തരാം. ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനുണ്ട്, രംഗൂണുണ്ട്, അത് കഴിഞ്ഞിട്ട് റഷ്യ ഉണ്ട്, തൈവാനുണ്ട്, തായ്ലൻഡ് ഉണ്ട്. നമ്മുടെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചാൽ, അവൻ സ്ഥിരം അവിടെ കറങ്ങുന്ന അറിയത്തില്ല. അപ്പം യവനാ പോക്കറ്റടിക്കാരനെന്ന് പിടിച്ചാൽ ലോട്ടറി വിൽക്കുന്ന വയ്യാത്ത ചേട്ടനും ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെന്നിട്ട്, എടാ നീ ആയിരുന്നു ഇവിടെ കാര്യം കൈകാര്യം ചെയ്യുന്ന, ഒറ്റ ഇടി ഇടിക്കത്തില്ലേ? സ്വോത്രം. അപ്പം ഈ ചൈനയ്ക്കെതിരെ 10-12 രാജ്യങ്ങൾ കൂടിയാൽ യവനെ ശരിയാക്കും. അങ്ങനെയെങ്കിൽ ചൈന അതിർത്തിയിൽ തുറന്നുവിടുവാൻ ലാബിനകത്തുണ്ടാക്കിയ വൈറസാ കൊറോണ വൈറസ്, നോവൽ കൊറോണ. ഇതാ കിടക്കുന്നു സകല തെളിവും. കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. സജു ചാത്തന്നൂരല്ല ഇത് പറഞ്ഞത്. ഇസ്രയേലിൻ്റെ ബയോ വെപ്പൺ ശാസ്ത്രജ്ഞൻ്റെ പേരാ ഡാനിയൽ ഷോഹം. അദ്ദേഹം പറഞ്ഞു കൊറോണ ചൈനയുടെ ആയുധം. 2010. കേൾക്കണം കഥ. 3 ദിവസമേ നമുക്കുള്ളൂ, സമയം എനിക്കുമില്ല, ഇരിക്കാൻ എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ. 2010 ചൈനയിലെ 3 ടൗണാണ് ഉള്ളത്. 1 ബീജിങ്, 2 പീക്കിങ്, 3 ഷാങ്ഹായ്, 4 ചൈനയിലെ വ്യവസായ മേഖല വുഹാൻ. അവിടെ എയർപോർട്ടുണ്ട്, സീപോർട്ടുണ്ട്. 2010 ഇവർ പരിപാടി തുടങ്ങി വൈറസിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കാൻ. എന്തിന് വൈറസിനെ ഉണ്ടാക്കി? തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ട് ഇസ്രായേൽ. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയാണ്. അവരെന്തോ ചെയ്തെന്നറിയാമോ? 1998 ഒരു ബോംബുണ്ടാക്കി. അതിൻ്റെ പേര് എത്തനിക് ബോംബ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് ബാൾ എറിയുന്നത് പോലെ അത് പൊട്ടിയാൽ അപ്പൂപ്പൻ താടി പോലെ അന്തരീക്ഷത്തിൽ പടരും. മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും. ഇത് 98 ഇസ്രയേൽ ഉണ്ടാക്കി. ഇസ്രയേൽ ഈ ബോംബുണ്ടാക്കിയതിൻ്റെ വഴി ചൈനയും പോയി. 10-14 രാജ്യം ഞങ്ങളെ ആക്രമിച്ചാൽ അതിർത്തിയിൽ നിന്ന് ഞങ്ങൾ ഉപദേശിമാര് ഈ കൺവെൻഷന് പോകുമ്പോൾ സ്പ്രേ അടിക്കുന്ന പോലെ കുപ്പിക്കകത്ത് വൈറസിനെ അടിച്ചാൽ സകല എണ്ണത്തിനെയും തീർക്കാൻ ചൈന ഉണ്ടാക്കിയ വൈറസ നോവൽ കൊറോണ. ഇനി അടുത്തത് 2019 ആഗസ്റ്റ് മാസത്തിൽ ചൈനയിൽ ഒരു കാര്യം വന്നു. എന്താ കാര്യം? ചൈനയിലെ ഇന്നത്തെ പ്രസിഡന്റിന്റെ പേരാ ഷീ ജിൻപിങ്. ദാണ്ടേ മോനെ, ഇത് നാട്ടുകാരെ ഒന്ന് കാണിച്ചേക്കണം. ഇതാ കൊറോണ വൈറസ്. ഇത് ഇസ്രായേലിന്റെ ടെലിസ്കോപ്പാണ്. നല്ലോണം എടുത്തോണേ. സ്വോത്രം. നാട്ടുകാരറിയട്ടെ. അല്ലാതെ ചെകുത്താനും ബാളും ഒന്നും അല്ല. ദാണ്ട് ഇത് നല്ലോണം കൊടുത്തേരെ. സ്വോത്രം. ദാണ്ടേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം എന്താ സംഭവം എന്നറിയാമോ? ഇസ്രയേൽ ഇത് ഉണ്ടാക്കിയത് കണ്ടിട്ട് 2010 ലാബ് തുടങ്ങി. അടുത്ത കാര്യം നിങ്ങൾ കേൾക്കണം. ചൈനക്കാരൻ 2018 ഒരു നിയമം കൊണ്ടുവന്നു. സ്നാനം സമ്മതിക്കത്തില്ല, യേശുവിൻ്റെ ഫോട്ടോ വെക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഒരു പള്ളിയിൽ ഇവിടെ ഈ സഹോദരങ്ങൾ പ്രസംഗിക്കണമെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് കൊടുക്കണം, അതേ പ്രസംഗിക്കാൻ പറ്റൂ. ഇത്രയും കൊണ്ടുവന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു യവനെ ഒന്ന് റെഡിയാക്കണം. കണ്ടോ, ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കുന്നവരെ ദൈവത്തിൻ്റെ ന്യായവിധി. തീർന്നില്ല. അങ്ങനെ വല്ലവർക്കും ഉണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിനെതിരെ ആരൊക്കെയാ? ദാദാൻ, കോരഹ്.
യവന്മാർ മൂന്നൂടെ എന്തോ ഇത് ആലയത്തിനെതിരെ പദ്ധതി വെച്ചു. അപ്പം ദൈവത്തിൻ്റെ ആലയം തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അവരെന്തോ ചെയ്തു, ഭൂമി പിളർന്നു, അവരെ വിഴുങ്ങിക്കളഞ്ഞു. ദാദാൻ, അബീരാം, കോരഹ്. ഇന്ന് മസ്കറ്റ് ആ സ്ഥലം കുലുങ്ങിക്കൊണ്ടിരിക്കുക, വേലി കെട്ടിയിരിക്കുക. അപ്പൊ ഈ വചനത്തോട് ചൈനയിലെ ഷീ ജിങ് പിങ് മത്സരിച്ചപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക്, കേൾക്കണം ഈ കഥ, ഇതെല്ലാവരും മനസ്സിലാക്കണം. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു സഹോദരി എന്തോ ചെയ്തെന്നറിയാമോ? ഈ ലാബിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. നമ്മൾ നാടൻ ഭാഷ 5 മിനിറ്റ് വൈകിയാലും, നാളെ ഇത് തുടത്തില്ല, അടുത്ത പ്രഭാഷണം 5 മിനിറ്റ് വൈകിയാലും, നമ്മളിവിടെ വെള്ളനാട് ലാബുണ്ട്. ബ്ലഡ് എടുക്കാൻ പോയാൽ ഇച്ചിരിയാണെന്നുണ്ട് ഷുഗറിനെടുക്കും. നമുക്കൊരൊറ്റ ടെസ്റ്റ് എടുക്കാനാണ്, അങ്ങനെയാണോ എടുക്കുന്നത്? കയ്യിലോട്ടൊരു ക്യാനിലിടും. അന്നേരം അമ്മച്ചി സിസ്റ്ററോട് ചോദിക്കും, മോളെ ഇത്രയും പോരെയെന്ന്. സ്വോത്രം. അമ്മച്ചി 8-9 എണ്ണം എടുക്കാറുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ വേണമെന്ന്. സ്വോത്രം. അതെടുത്തതിന് ശേഷം നിങ്ങൾ നോക്കണം, ലാബിലെ സിസ്റ്ററുടെ മുഖത്തല്ല നോക്കുന്നത്. 2 ടെസ്റ്റ് ട്യൂബ് ഇങ്ങനിട്ട് കലക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനിട്ട് കലക്കുന്ന. സ്വോത്രം. എന്താ സഹോദരി, എന്താ ബ്ലഡ് നിങ്ങൾക്ക് വേർതിരിക്കുകയാണ്? ഇത് കലക്കിയെങ്കിലേ ടോട്ടൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലാക്കണം. എന്താ സംഭവിച്ചത്? ചൈനയിൽ ഉച്ചയ്ക്ക് 1:30 ഒരു പെൺകുട്ടി ഈ കൊറോണ വൈറസ് അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കിയപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് നിന്ന് കുറച്ചെണ്ണ അവിടെ ശരീരത്ത് കയറി. ആ വൈറസ് വൈകിട്ട് മീൻ കടയിൽ അവൾ മീൻ മേടിക്കാൻ പോയപ്പോൾ ഇറാനിലെ മത്സ്യ മാർക്കറ്റിൽ നിന്നിറങ്ങി കൊറോണ വൈറസ്. അന്ത്യകാലം. ഇത് ലോകത്തിലേക്ക് ഇത് പറഞ്ഞത് സജു ചാത്തന്നൂരല്ല, ഇസ്രയേൽ. ആരാ ഇസ്രയേൽ? പണ്ട് 2018 ഞാനിവിടെ പ്രസംഗിച്ചു, കേൾക്കണോ? രാഹുൽ ഗാന്ധിയുടെ പെങ്ങള് നമ്മുടെ പ്രിയങ്കയുടെ മൊബൈൽ ഇസ്രയേൽ ചോർത്തിയെന്ന് പറഞ്ഞപ്പം ഈ തിരുവനന്തപുരത്ത് ആൾക്കാർ പോസ്റ്റ് ഇട്ടതാ, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. 2018 സ്വോത്രം. ഇവിടെ മീഡിയ എടുക്കുന്നവർ മനസ്സിലാക്കണം. 2018 കോവിഡിന് മുമ്പ് ഞാൻ ഇവിടെ എല്ലാം പ്രസംഗിച്ചു. എനിക്ക് ഇസ്രയേലിൽ തത്സമയം വിവരം തരുവാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തത്തില്ല. അന്ന് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഇവിടെ ടെലിവിഷനിൽ കാണിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ചോർത്തിയെന്ന്. സ്വോത്രം. ഞാൻ എല്ലായിടത്തും പറഞ്ഞു. അന്ന് എല്ലാവരും എന്നെ കുറ്റം വിധിച്ചു. ഇപ്പോൾ ഒരുത്തം വന്ന് പെഗാസസ്, കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ട് മോനെ. സ്വോത്രം. ആരെയൊക്കെ ഊറ്റി? എല്ലാവരെയും ഊറ്റി ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ്. സ്വോത്രം. പ്രിയങ്ക ഗാന്ധിയുടെ അല്ല, ടെലിവിഷൻ ചാനലിൻ്റെ ഊറ്റി നമ്പർ കൊടുത്ത്. പെഗാസസ് എന്ന് കേട്ടില്ലേ? ഇപ്പൊ കടന്ന് അടിക്കുക. സ്വോത്രം. ഇസ്രയേലിൻ്റെ NSO അത്തി തളർത്തു കൊമ്പിളതായി. ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് ആയത് കണ്ടുപിടിച്ചത് ചൈനക്കാർ പെങ്കൊച്ചിന്നാ പോയത്. സാധാരണ പുള്ളിയല്ല അവൻ. സ്വോത്രം. ദാണ്ട് ഇന്നാളൊരു റോക്കറ്റ്, സ്വോത്രം, എവിടെ വീഴാൻ പോകുന്നു? ചൈന വിട്ട് റോക്കറ്റ്. ചൈനയ്ക്ക് അറിയത്തില്ല എവിടെ വീഴുന്നെന്ന്. സ്വോത്രം. അപ്പൊ ഇസ്രയേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് നല്ല അടുപ്പാണ്. അവരെന്തോ പറഞ്ഞ്, സാറേ വിഷമിക്കണ്ട, ഇതെവിടെ വീഴും? മാലി കടലിൽ വീഴുമെന്ന്. സ്വോത്രം. വിട്ട ചൈനയ്ക്ക് അറിയത്തില്ല എവിടെ വീഴുമെന്ന്. ഇസ്രയേൽ ഇന്ത്യയോട് പറഞ്ഞ് മാലി കടലിൽ വീഴുമെന്ന്. അപ്പൊ അവന്റെ ക്യാമറ എത്ര വലുതാണെന്നറിയാമോ? ആ പെങ്കൊച്ചിന്റെ കയ്യിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ഇന്ന് ലോകം മുഴുവൻ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു വൈറസ് ഇറങ്ങുമോ? ലോകം അന്ത്യത്തിലേക്ക് പോകും. വായിക്കാം മോളെ. മത്തായി 24:21. 2 വാക്യം കൂടെ വായിക്കുമ്പോൾ സ്വതരാഴ്ചയിലേക്കോ 9:10 നിർത്തും. 10 മിനിറ്റ് അധികം ഞാൻ എടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാം നമുക്ക് ദിവസം കുറവ്. മത്തായി 24:21 വായിച്ചാട്ടെ മോളെ. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. പോരെ. ഇങ്ങനൊരു സംഭവം ലോകത്ത് കേട്ടിട്ടുണ്ടോ? ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ഒരു വലിയ കഷ്ടമെന്നാളിലുണ്ടാകും. അതിൻ്റെ പേരാ നോവൽ കൊറോണ. ഇതിൻ്റെ ഓരോ ഭാഗം നാളെ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, 2019 ഒക്ടോബർ 4 ഇത് ചൈനയിൽ നിന്നിറങ്ങിയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഫെബ്രുവരി 24 മാസം. ഇനി ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു പകർച്ചവ്യാധി വരും. അതിനാണ് ഇംഗ്ലീഷിൽ പാൻഡമിക് അല്ലെ എപ്പിഡമിക് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലോണം അറിയാം, സ്കൂളിൽ പഠിക്കുന്ന. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി മനസ്സിലാക്കണം, 1800 ഒരു പകർച്ചവ്യാധി വന്നു. അതിൻ്റെ പേരാ പ്ലേഗ്. ഭയങ്കരമായി ജനം മരിച്ചു. 917 100 വർഷം കഴിഞ്ഞപ്പം വന്നു സ്പാനിഷ് ഫ്ലൂ. 5.5 കോടി പേർ മരിച്ചു. 2019 ഒക്ടോബറിൽ ചൈനയിൽ നിന്നിറങ്ങി ഇന്ന് 1 കോടി പേരിൽ കൂടുതൽ മരിച്ചു കഴിഞ്ഞു. ഇനി എത്ര ലിസ്റ്റ് വരുന്നതെന്നറിയത്തില്ല. അതിൻ്റെ പേരാ നോവൽ കൊറോണ വൈറസ്. ഓരോ 100 വർഷത്തിൻ്റെ ഇടയ്ക്ക് ബൈബിളിനകത്തുണ്ടോ? ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം അന്നാളിലുണ്ടാകും. സ്വോത്രം. ഇത്ര സ്കൂൾ അടച്ച സംഭവം കണ്ടോ? കമ്പോളം അടച്ച സംഭവം കണ്ടോ? ബൈബിളിനകത്തുണ്ടോ?
ഇതെവിടെ കൊണ്ടെത്തും? ഓൺലൈൻ. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ലോകം ഒരുവൻ്റെ കയ്യിൽ കൊണ്ടുപോകാൻ പോവുക. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൊച്ചു ചർച്ചിനകത്ത് നമ്മൾ കുടുംബയോഗം നടത്തുമ്പോൾ നമ്മുടെ മോൻ യൂട്യൂബ് പഠിക്കുമ്പോൾ കാലിഫോർണിയയിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ ആര്യനാട്ട പ്രസംഗം കാണുന്നു. അന്ത്യകാലം ഓൺലൈൻ, ലോകം ഒരുവൻ്റെ കയ്യിൽ. ഇനിയുള്ള വാക്യം, ഇവിടെ കമ്പോളം അടയ്ക്കുമോ, കടയടയ്ക്കുമോ, എന്തെല്ലാം വരും? ഇതുവരെ വാർത്ത കേട്ടിട്ടില്ലയോ? മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, കീപ്പ് ഡിസ്റ്റൻസ്, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, ഹോട്ട്സ്പോട്ട്, കണ്ടെയ്ൻമെന്റ് സോൺ, PPE കിറ്റ്, ട്രൂനാറ്റ്, ആൻറ്റിജൻ, മതിലിയാടനെ RTPC. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. നിങ്ങളിതൊക്കെ കാണത്തില്ല. ദിലീപിൻ്റെ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. ഒരു രക്ഷയില്ല. നമ്മുടെ ചാനലുകാരും ബാക്കിയുള്ളവർ ഇതാ നോക്കുന്നത്. ഈ 12 വാക്ക് കേൾക്കാത്ത വല്ലവരും ഉണ്ടോ അമ്മച്ചി? TV തുറന്നാൽ എല്ലാവരും കേട്ടില്ല. അമേരിക്കയിൽ അച്ചായനും തേങ്ങാപട്ടണത്ത് മീൻ പിടിക്കുന്നവനും കേട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ലോക്ക്ഡൗണും ക്വാറന്റൈനും എല്ലാം വരുമോ? സക്കറിയ 8:10 വായിച്ചാട്ട് മോളെ. സക്കറിയ പ്രവചനം 8:10. കോവിഡ്. ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല. ആര്യനാട്ടും വെള്ളനാട്ടും വല്ലവരും പണിക്ക് പോയോ? എത്ര പേരാ സിറ്റിയിൽ ഇവിടെ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്? മനുഷ്യന് വല്ലതും കൂലി ഉണ്ടായിരുന്നു? തിരുവനന്തപുരം ജില്ല 800 പരം രാത്രി പ്രസംഗിച്ചവനാ ഞാൻ. സ്വോത്രം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം കല്ലയത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ചെങ്കൽച്ചൂളയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത് കുമാരപുരമാണ്. ഈ വർഷം മൊത്തം ഇവിടെ തന്നെയാണ്. സ്വോത്രം. എങ്ങോട്ടും പോകണ്ട. എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവിടുത്തെ മെയ്സൺ, കാർപ്പൻ്റർ ഇവിടെ മൊത്തം ഉള്ളത്. സ്വോത്രം. ആ പിള്ളേരെന്നെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പാസ്റ്ററെ 5 വേണ്ട 2 ദിവസമെങ്കിലും ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണോ? സ്വോത്രം. പണിയില്ലായിരുന്നു അത്ര പേർക്ക്, പിള്ളേർക്ക് കോവിഡായിട്ട്. അക്കാലത്ത് മനുഷ്യന് കൂലിയില്ല. അടുത്തത്, മൃഗത്തിന് കൂലിയില്ല. തട്ടുകട, ഹോട്ടൽ മുഴുവൻ അടഞ്ഞു കിടന്നു. പാല് വല്ലോടം സെയിലുണ്ടായിരുന്നോ? പാലക്കാട് റോഡ് പാല് കമത്തിയത് കണ്ടോ? മാറനല്ലൂർ, ക്ഷീര, അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? പോങ്ങമ്മോട്, കാട്ടാക്കടയ്ക്കപ്പുറത്ത്. സ്ഥലം നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ കൊണ്ട് കാണിക്കാം. സ്വോത്രം. അവർ പറഞ്ഞു പാല് ഇങ്ങോട്ട് കൊണ്ടുവരികയേ വേണ്ട. സ്വോത്രം. മൃഗത്തിന് കൂലിയില്ല. അടുത്ത വായിച്ചാട്ടെ. പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനവുമില്ല. കണ്ടില്ലയോ? കറണ്ട് ബില്ല് അടയ്ക്കാൻ അവിടെ വിളിച്ചു ചോദിച്ചാൽ പറയും WWKSEB ഇങ്ങോട്ട് വരണ്ടാന്ന്. സ്വോത്രം. കരവടയ്ക്കാൻ വിളിച്ചു ചോദിച്ചാൽ പറയും ഇങ്ങോട്ട് വരണ്ടാന്ന്. സ്വോത്രം. ആധാരം എഴുത്തൂല്ല, എല്ലാം ഓൺലൈൻ. ആദ്യമായിട്ടല്ലയോ? സ്വോത്രം. ഒരുവൻ്റെ കയ്യിൽ വന്ന് പള്ളിപ്പാത്ത നിങ്ങളെല്ലാം 5 വയസ്സുള്ള മോനും 80 വയസ്സുള്ള അപ്പച്ചനും തലേന്ന് പറഞ്ഞ് റീചാർജ് ചെയ്യും. നാളെ WW വീട്ടിലെ സഭായോഗം. സ്വോത്രം. മിണ്ടുന്നില്ല. സ്വോത്രം. എല്ലാം ഓൺലൈനിലല്ലയോ? പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, സകലതും കമ്പ്യൂട്ടറിലേക്ക് ഈ കോവിഡിന്റെ മറവിൽ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരുന്നു. അമേരിക്കക്കാരൻ ഇന്ത്യക്കാരനെ കാണാൻ കൊള്ളാമോ? സ്വോത്രം. ചൈനക്കാരനെ കിട്ടിയാ ശരിയാക്കും. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരു ദൈവാശം വരുവാന്ന് എൻ്റെ ഭാര്യ പുറകെ കൂടെ പറയാം, ആ ഭാഗത്ത് കോവിഡായിരുന്നു അച്ഛാ, ഇങ്ങോട്ട് വരാൻ പറയരുത്. സ്വോത്രം. കണ്ടില്ലേ? സ്വോത്രം. സകല മനുഷ്യരും എന്താ പറയുന്നത്? നമ്മൾ വിളിച്ച ഉടനെ പറയാം ഈ ഭാഗത്ത് കണ്ടെയ്ൻമെന്റ് സോണാ, ഇങ്ങോട്ട് വരണ്ടെന്ന്. സ്വോത്രം. എത്ര ക്ലിയറായി. അന്ത്യകാലം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് മനുഷ്യന് കൂലിയില്ല, മൃഗങ്ങൾക്ക് കൂലിയില്ല, പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി മൂലം സ്വസ്ഥതയില്ല. ലോകത്തെ 2 ചേരിയിലാക്കി കോവിഡ്. ഇന്ന് രാത്രി ബഥേൽ ചർച്ചിനോട് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. മക്കള്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.